അപ്പം നമ്മുടെ ഇന്നത്തെ ഡിസ്മാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഒരു പെൻറോസ് ക്യൂബാണ്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 3 കളറേ ഉള്ളൂ. ആകെ റെഡ്, യെല്ലോ, ബ്ലൂ, അങ്ങനത്തെ 3 കളറേ ഉള്ളൂ. ആ 3 കളറിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഡ്രോപ്സിൻ്റെ ഒരു കോർണർ ഡ്രോപ്സും ഒന്ന് സ്ക്വയറും പോലെ വന്ന് വരുന്ന ഒരു ഷേപ്പാണ് ഇങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ ഫിനിഷായിട്ട് വരും. അതേപോലെ ഒരു സൈഡും വരും, 3 സൈഡും വരും. അപ്പം 3നും ഇതേപോലെ പീസുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഒരേപോലത്തെ പീസുകൾ ഉണ്ടാവും. ഈ ലെയർ ഒരേപോലത്തെ പീസാണ്, ഇതും ഒരേ ലെയർ. ഈ ലെയറും ഒരേപോലെയാണ് ഉണ്ടാവുക. ഇതും ഓപ്പോസിറ്റ് ഉണ്ടാവുക. ഇവിടെ യെല്ലോൻ്റെ ബ്ലൂവിൻ്റെ കണക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് റെഡിൻ്റെ കണക്ഷനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതും സെയിം ആയിരിക്കും, ഇതും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ വരുന്ന ക്യൂബാണ്. ഇതിൻ്റെ സോൾവിങ് രീതികൾ നമ്മുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മളൊന്ന് അഴിച്ചു നോക്കുകയാണ്. ഇതിനും നമുക്ക് സെൻറ്റർ പീസ് തന്നെയാണ് വരുന്നത്. സെൻറ്ററിൽ സ്ക്രൂ ഉണ്ട്. സ്ക്രൂ ഒന്ന് അഴിച്ചു നോക്കാം. നമുക്ക് എപ്പോഴും അഴിച്ചു നോക്കുമ്പോൾ, ഒരു ക്യൂബ് അഴിച്ചു നോക്കുമ്പോൾ സെൻറ്ററിലെ സ്ക്രൂ അഴിച്ച് അതിൻ്റെ സ്പ്രിംഗ് ടെൻഷൻ അഴിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല പരിപാടി. ഇപ്പോൾ ഇത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ലതുപോലെ പൊടിയുണ്ട് കേട്ടോ അവിടെ, നല്ലതുപോലെ പൊടിയുണ്ട്. ക്ലീൻ ആക്കാനായിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ നമ്മളങ്ങോട്ട് ഊരി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ലെയർ ഇതാണ്. ഓക്കെ, നമ്മളെ 3x3ൻ്റെ ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ്. പീസുകളൊക്കെ സെയിം ആണ്, വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ഈ കോർണർ മാത്രം ഡിഫറൻ്റ് ഉള്ളൂ. ഇത് മൊത്തം റെഡ് ആയിരിക്കും പീസ് കളറ്. ലാസ്റ്റ് ലെയറും അതേപോലെ. ഇതിലിപ്പോൾ ഒരേ കളറുള്ളത് റെഡ് ഒരേ കളർ ഒന്നുണ്ടാവും. അതേപോലെ ബ്ലൂ ഒന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു യെല്ലോയും അതേപോലെ ഫുൾ കളറായിട്ടുള്ള, അതായത് കർവുള്ള 3 മോഡലുകൾ. ഓക്കെ, 3 മോഡലുകൾ ഉണ്ടാവും. ബാക്കി 2 കളർ, ഇതിൽ യെല്ലോയും ബ്ലൂ ആണ്. അതേപോലെ റെഡും ബ്ലൂ ഉള്ള ഒരു കളർ ഉണ്ടാവും. അതേപോലെ യെല്ലോയും ബ്ലൂ ഉള്ള ഒരു കോമ്പിനേഷനും ഉണ്ട്. അതേപോലെ റെഡും യെല്ലോയും മാത്രമുള്ള കോമ്പിനേഷനും ഉണ്ട്. റെഡും യെല്ലോ ഉള്ള കോമ്പിനേഷന് നേരെ ഓപ്പോസിറ്റ് ഉള്ള മോഡലും ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പീസുകളാണ് ഈ പെൻറോസ് ക്യൂബിൻ്റെ ഇതിൽ കാണുന്നത്. വെറൈറ്റി മീൻസ് നമുക്ക് ക്യൂബ് സോൾവ് ചെയ്യുന്നതിന് കുറച്ച് ത്രില്ലിങ് ഉണ്ടായിരിക്കും. അപ്പോൾ സാധാരണ ക്യൂബിൻ്റെ അതേ പാർട്സുകൾ തന്നെയാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഓക്കെ, 20 പീസാണ് കാണുന്നത്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഇതുമുണ്ട്, ഇന്നറും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഡിസ്മാൻഡ്ലിംഗ് വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യൂബിൻ്റെ വീഡിയോ കൂടുതൽ കാണുവാനായിട്ട് ചാനലൊന്ന് സന്ദർശിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.